നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പൊതുമാപ്പ് പ്രഖ്യാപിച്ച് UAE. ദേശീയദിനത്തിന്റെ ഭാഗമായി വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന നിരവധി തടവുകാർക്ക് മോചനം. വിവിധ എമിറേറ്റുകളിലായി ശിക്ഷ അനുഭവിക്കുന്ന 4500-ലേറെ പേർക്ക് ശിക്ഷാ ഇളവ്. ലെബനനിലെ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുന്നതായി സൗദി അറേബ്യ. ലെബനനിൽ സമാധാനം കൊണ്ടുവരുന്നതിനു വേണ്ടി എല്ലാ അന്താരാഷ്ട്ര ശ്രമങ്ങളെയും അഭിനന്ദിക്കുന്നു. തീരുമാനം സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം നടപ്പിലാക്കുന്നതിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ഗസറ്റഡ് ഉദ്യോഗസ്ഥരും അധ്യാപകരും അടക്കം 1458 സർക്കാർ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തൽ. കൈപ്പറ്റിയ തുക പലിശയടക്കം തിരിച്ചടയ്ക്കാൻ ഉത്തരവിട്ട് ധനവകുപ്പ്. കടുത്ത അച്ചടക്ക നടപടിക്കും ശുപാർശ. വഖഫ് ബിൽ ഈ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. ബിൽ പരിഗണിക്കുന്നത് നീട്ടിവെക്കാൻ സമ്മതിച്ചു BJP. JPC-യുടെ കാലാവധി ബജറ്റ് സമ്മേളനം വരെ നീട്ടും. അദാനി മണിപ്പൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും ബഹളം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം. സർക്കാരിനും CBIക്കും നോട്ടീസ്. കേസ് അടുത്ത മാസം 9-ന് പരിഗണിക്കും. CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി CPM. CBI കൂട്ടിലടച്ച തത്തയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗൾഫ് വാർത്തയിലേക്കാണ്. UAE ദേശീയ ദിനത്തിന്റെ ഭാഗമായി വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന നിരവധി തടവുകാർക്ക് UAE മോചനം അനുവദിച്ചു. വിവിധ എമിറേറ്റുകളിലായി ശിക്ഷ അനുഭവിക്കുന്ന 4500-ലേറെ പേർക്കാണ് ശിക്ഷാ ഇളവ് നൽകിയത്. 53ാമത് ദേശീയ ദിനത്തിന്റെ ഭാഗമായി 4500-ലേറെ തടവുകാർക്ക് UAE മോചനം അനുവദിച്ചു. 2269 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഉത്തരവ്. ഇവരുടെ പിഴത്തുക ഉൾപ്പെടെ ഒഴിവാക്കും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും തടവുകാർക്ക് മോചനം അനുവദിച്ചു. 1169 തടവുകാർക്കാണ് ശിക്ഷാ ഇളവ് നൽകിയത്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 683 തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. ഫുജൈറ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷാരിഹി 118 തടവുകാർക്കാണ് മോചനം അനുവദിച്ചത്. അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുവൈമി 304 തടവുകാർക്ക് മോചനം അനുവദിച്ചു. കുടുംബത്തിനൊപ്പം മികച്ച ജീവിതം നയിക്കാൻ ശിക്ഷാ ഇളവ് ലഭിച്ചവർക്ക് സാധിക്കട്ടെ എന്ന് ഭരണാധികാരികൾ ആശംസിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ലെബനനിലെ വെടിനിർത്തലിനെ സൗദി അറേബ്യ സ്വാഗതം ചെയ്യുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി. ലെബനനിൽ സമാധാനം കൊണ്ടുവരുന്നതിനു വേണ്ടി എല്ലാ അന്താരാഷ്ട്ര ശ്രമങ്ങളെയും രാജ്യം അഭിനന്ദിക്കുകയും ലെബനന്റെ പരമാധികാരവും സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുകയും കുടിയൊഴിക്കപ്പെട്ടവരുടെ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്ന സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 1701 നടപ്പിലാക്കുന്നതിലേക്ക് ഇത് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സൗദി വ്യക്തമാക്കി. അടുത്ത വർഷത്തേക്കുള്ള സൗദി ബജറ്റിന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 1184 ബില്യൺ റിയാൽ വരവും 1285 ബില്യൺ റിയാൽ ചെലവും 101 ബില്യൺ റിയാൽ കമ്മിറ്റിയുമാണ് പുതിയ ബജറ്റിൽ കണക്കാക്കുന്നത്. പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ സൗദി നിരവധി ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടെന്ന് കിരീടാവകാശി പറഞ്ഞു. അന്താരാഷ്ട്ര സൂചികകളിൽ മുൻനിര സ്ഥാനങ്ങൾ കൈവരിക്കാൻ രാജ്യത്തിനായി. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലയുടെ കരുത്തും ദൃഢതയും കൂട്ടിയെന്നും കിരീടാവകാശി വ്യക്തമാക്കി. കുവൈറ്റിൽ വിസ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ആഭ്യന്തര മന്ത്രാലയം നടത്തിവരുന്ന ശക്തമായ നടപടികളെ തുടർന്ന് ഈ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള താമസരേഖയിൽ കഴിയുന്ന നിരവധി പ്രവാസികൾ നിയമക്കുരുക്കിൽ അകപ്പെട്ടതായി റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന് പിടിയിലായ 4-അംഗ വിസ കച്ചവട സംഘം
600-ലധികം പ്രവാസികളുമായി ഇടപാടുകൾ നടത്തിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. 300 മുതൽ 500 ദിനാർ വരെ വാങ്ങിയാണ് ഇവർ രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് താമസരേഖ മാറ്റം നടത്തിയത്. ഇതിനു പുറമെ രേഖകളിൽ കൃത്രിമം നടത്തി ആവശ്യക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള രേഖകൾ ശരിയാക്കി നൽകിയതായും ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തി. കുവൈറ്റിൽ പൗരത്വം പിൻവലിക്കൽ തീരുമാനങ്ങൾ വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം പൗരത്വം പിൻവലിക്കപ്പെട്ട പുരുഷ വനിതാ അധ്യാപകരുടെ ശമ്പളം താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ അധ്യാപകരെ ഇനി പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ ജില്ലകൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിൻവലിക്കൽ തീരുമാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒഴിവുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 70 ജീവനക്കാരുടെ ആദ്യ ബാച്ചിനെ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. അധ്യാപക ക്ഷാമം കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടിയും മന്ത്രാലയം ആരംഭിച്ചു. കുവൈറ്റിൽ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ തുടരുകയാണ്. ഇന്ന് കാലത്തു മുതൽ രാജ്യത്തെ അന്തരീക്ഷ താപനില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേക്കും. മണിക്കൂറിൽ 20 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളും പതിവ് പോലെ ഇന്നും പ്രവർത്തിച്ചു. നാളെ മുതൽ അന്തരീക്ഷ താപനില 5 ഡിഗ്രി കുറയുന്നതായും കാലാവസ്ഥയിലെ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. കുവൈറ്റിലെ കോട്ടയം ജില്ലക്കാരുടെ സംഘടനയായ കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ 8ാം വാർഷികാഘോഷമായ കോട്ടയം ഫെസ്റ്റ് 2024 ആഘോഷിക്കുന്നു. വെള്ളിയാഴ്ച അബ്ബാസിയ അസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് മുഖ്യാതിഥിയായിരിക്കും. പാലാ MLA മാണി സി കാപ്പനും പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന് ശേഷം പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തവും ഗായകരായ അഖില ആനന്ദ്, അഭിജിത്ത് കൊല്ലം, സാംസൺ സിൽവ എന്നിവർ നയിക്കുന്ന സംഗീത നിശയും കൂടാതെ കുവൈറ്റിലെ കലാകാരന്മാരുടെ നൃത്തവും ഉണ്ടാകും. ജിദ്ദ പാണ്ടിക്കാട് കിടങ്ങയം പ്രവാസി കൂട്ടായ്മയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് കിടങ്ങയം മദ്രസ ഹാളിൽ വെച്ച് സ്ത്രീകൾക്കുള്ള ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും SSLC+2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. പാലപ്ര മുഹമ്മദ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് റമീസ് TC ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസിന് ജുമൈലെ ജനീഷ്, ഡോക്ടർ സഹല ബീഗം, ഡോക്ടർ മുഹസീന, നിജിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷനിൽ വൻ തട്ടിപ്പ്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതിന്റെ വിവരങ്ങളാണ് ധനവകുപ്പ് പുറത്തുവിട്ടത്. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിച്ച ജീവനക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തികമായും സാമൂഹ്യപരമായും പിന്നാക്കം നിൽക്കുന്ന നിരാലംബരും നിർധനരുമായ 60 വയസ്സ് പിന്നിട്ടവർക്ക് വിവിധ ഇനങ്ങളിലൂടെ കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷനാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ തട്ടിയെടുത്തത്. 2 കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരത്തും മറ്റൊരാൾ പാലക്കാടും സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേർ പെൻഷൻ വാങ്ങുന്നു. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, 373 പേർ. 2ാം സ്ഥാനത്തുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരും, ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരും, കൃഷി റവന്യൂ വകുപ്പിൽ 35 പേർ വീതവും, ജുഡീഷ്യൽ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 പേരും, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27 പേരും, ഹോമിയോപ്പതിയിൽ 25 പേരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു. ഗ്രാമവികസനം, പോലീസ്, PSC, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ, സെക്രട്ടേറിയറ്റ്, തൊഴിൽ പരിശീലനം, പൊതുഭരണം ഉൾപ്പെടെ സർക്കാർ സർവീസിലെ ഒട്ടുമിക്ക വകുപ്പിലും തട്ടിപ്പുകാർ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചു. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
അദാനി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. അദാനി വിഷയവും മണിപ്പൂർ കലാപവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ നിഷേധിച്ചതാണ് ബഹളത്തിന് കാരണമായത്. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ ലോക്സഭയിൽ മുദ്രാവാക്യം വിളിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്ന ഉടനെ തന്നെ പ്രതിപക്ഷ ബഹളം തുടങ്ങി. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും അമേരിക്കയിലെ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു. അദാനി വിഷയം, മണിപ്പൂർ കലാപം, സമ്പലിലെ വെടിവെപ്പ്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം എന്നീ വിഷയങ്ങൾ സഭ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സ്പീക്കർ അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം വെച്ച് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സഭ നിർത്തിവെച്ചു. ഉന്നയിച്ച കാര്യങ്ങളൊന്നും സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്ന് സഭാധ്യക്ഷൻ അറിയിച്ചു. 12 മണിവരെ ആദ്യം പിരിഞ്ഞ സഭ പിന്നീട് ചേർന്നപ്പോഴും ബഹളമുണ്ടായി. തുടർന്ന് സഭ നിർത്തിവെക്കുകയായിരുന്നു. അതേസമയം അഴിമതി കേസിൽ കുറ്റക്കാരനെന്ന് US കോടതി കണ്ടെത്തിയ അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിന് പുറത്ത് പറഞ്ഞു. Hundreds of people are being arrested on tiny charges. The gentleman has been indicted in the United States for thousands of crores. He should be in jail. രാജ്യസഭയിലും ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിലാണ് ചെയർമാൻ ജഗദീപ് ധൻകർ നേരിട്ടത്. അദാനി വിഷയത്തിൽ സംസാരിക്കാൻ എഴുന്നേറ്റ ജയറാം രമേശിനെയും പ്രകാശ് തിവാരിയെയും അധ്യക്ഷൻ തടഞ്ഞതോടെ പ്രതിഷേധം ശക്തമായി. അംഗങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും രേഖകളുണ്ടാകില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് ബിൽ പാർലമെന്റിന്റെ ഈ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. ബിൽ പരിഗണിക്കുന്നത് നീട്ടിവെക്കാൻ BJP സമ്മതം അറിയിച്ചു. ബിൽ ചർച്ച ചെയ്യുന്ന JPCയുടെ കാലാവധി നീട്ടും. ഇതിനുള്ള നിർദ്ദേശം BJP അവതരിപ്പിച്ചു. ബജറ്റ് സമ്മേളനം വരെയാണ് കാലാവധി നീട്ടിയത്. അദാനി ഗ്രൂപ്പിനെതിരായ അഴിമതി ആരോപണങ്ങൾക്കിടയിൽ അമേരിക്കയിലെ വഞ്ചനാ കുറ്റക്കേസിൽ വിശദീകരണവുമായി ഗൗതം അദാനിയുടെ വാർത്താക്കുറിപ്പ്. ഗൗതം അദാനിക്കും സാഗർ അദാനിക്കുമെതിരെ കൈക്കൂലിക്കുറ്റം ചുമത്തിയിട്ടില്ല. അദാനിക്കെതിരെ കൈക്കൂലിക്കുറ്റമെന്ന വാദം അടിസ്ഥാനരഹിതമെന്നും കുറിപ്പിൽ പറയുന്നു. US ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് ലംഘനത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും മാധ്യമ ലേഖനങ്ങൾ തെറ്റാണെന്നും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്കൻ കോടതിയുടെ അറസ്റ്റ് വാറന്റിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന് വീണ്ടും തിരിച്ചടിയുണ്ടായി. അദാനി ഗ്രൂപ്പുമായി ഉണ്ടാക്കിയ വിവാദ ഊർജ്ജ കരാറുകൾ വീണ്ടും പുനഃപരിശോധിക്കാൻ ആന്ധ്ര സർക്കാർ ഒരുങ്ങുകയാണ്. സാധ്യമെങ്കിൽ കരാറുകൾ റദ്ദാക്കാനാണ് നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സപ്ലിമെന്ററി കരാറിൽ നാളെ ഒപ്പുവെക്കും. സംസ്ഥാന സർക്കാരും അദാനി പോർട്സ് പ്രതിനിധികളും തമ്മിലാണ് കരാറിൽ ഒപ്പിടുക. തുറമുഖത്തിന്റെ വരുമാന വിഹിതങ്ങൾ പങ്കുവെക്കുന്നത് സംബന്ധിച്ച് കരാർ ധാരണയുണ്ടാക്കും. കരാറിൽ ഒപ്പിട്ടാൽ മാത്രമേ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ജനുവരിയിൽ കമ്മീഷൻ ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ തീയതിക്കായാണ് കാത്തിരിക്കുന്നത്. അതിനു മുന്നോടിയായാണ് സപ്ലിമെന്ററി കരാറിൽ ഒപ്പിടുന്നത്. അതിനുശേഷം മാത്രമേ നിയമപരമായി കമ്മീഷൻ ചെയ്യാനാകൂ. രാവിലെ 11 മണിക്ക് തുറമുഖ വകുപ്പും അദാനി പോർട്സ് അധികൃതരും തമ്മിലാണ് കരാർ ഒപ്പുവെക്കുക. 2034 മുതൽ തുറമുഖ വരുമാനത്തിന്റെ 1% വീതം സർക്കാരിന് ലഭിക്കാനുള്ള വ്യവസ്ഥകൾ കരാറിലുണ്ടാകും. നിർമ്മാണം വൈകിയതിനാൽ തുറമുഖ നടത്തിപ്പ് 2060 വരെ അദാനിക്ക് നീട്ടി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സപ്ലിമെന്ററി കരാറിലുണ്ടാകും. UDF സർക്കാരിന്റെ കാലത്ത് അദാനിയുമായി കരാറിൽ ഒപ്പിട്ടപ്പോൾ 2019 കമ്മീഷൻ ചെയ്യാനായിരുന്നു ധാരണ. എന്നാൽ വിവിധ കാരണങ്ങളാൽ നിർമ്മാണം വൈകിയതിനെ തുടർന്നാണ് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് 2025 ജനുവരി വരെ നീണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി ഗവർണർ. KTU മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി നിയമിച്ചു. കുസാറ്റ് പ്രൊഫസർ ഡോക്ടർ K ശിവപ്രസാദിന് സാങ്കേതിക സർവകലാശാല VC-യുടെ താൽക്കാലിക ചുമതലയും നൽകി. സർക്കാർ നൽകിയ പട്ടിക വെട്ടിയാണ് ഗവർണർ സ്വന്തം നിലയിൽ VC-മാരെ നിയമിച്ചിട്ടുള്ളത്. സാങ്കേതിക സർവകലാശാല VC-യുടെ അധിക ചുമതല ഏറ്റെടുത്ത കാലം മുതൽ വിരമിച്ച ശേഷവും സർക്കാരുമായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സിസ തോമസിനെയാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഗവർണർ നിയമിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസ് സർക്കാരിന്റെ അനുവാദമില്ലാതെ KTU VC-യുടെ അധിക ചുമതല ഏറ്റെടുത്തു എന്നാണ് സർക്കാർ കണ്ടെത്തിയിട്ടുള്ള കുറ്റം. യൂണിയനുകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പോലീസ് സംരക്ഷണയിലായിരുന്നു സിസ തോമസ് അന്ന് VC-യുടെ ചുമതല ഏറ്റെടുത്തതുപോലും. വിരമിക്കുന്നതിന് 1 മാസം
മുമ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറുടെ പദവിയിൽ നിന്ന് മാറ്റുകയും ഒടുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പലായി നിയമനം നേടുകയും ചെയ്തിരുന്നു. വിരമിക്കുന്നതിന്റെ തലേ ദിവസം ഹിയറിംഗിന് ഹാജരാകാൻ സർക്കാർ ഉത്തരവിട്ടതും വിരമിച്ച് 1.5 വർഷമായിട്ടും പെൻഷൻ നൽകാതിരിക്കുന്നതും ഉൾപ്പെടെ സർക്കാരിന്റെ വേട്ടയാടൽ തുടരുകയാണ്. KTUVC-ആയി ചുമതലയേറ്റതിൽ ഇപ്പോഴും സർക്കാരും സിസ തോമസും തമ്മിലെ നിയമപോരാട്ടം ഹൈക്കോടതിയുടെ മുന്നിലുള്ളപ്പോഴാണ് ഡിജിറ്റൽ സർവകലാശാല VC-യുടെ താൽക്കാലിക ചുമതല നൽകി ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത്. കുസാറ്റിലെ പ്രൊഫസർ K. ശിവപ്രസാദിനാണ് KTUവിന്റെ താൽക്കാലിക VC-യുടെ നിയമനം. ഈ 2 സർവകലാശാലയുടെയും ചുമതല നിർവഹിച്ചിരുന്ന ഡോക്ടർ സജി ഗോപിനാഥ് കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ നൽകിയ ലിസ്റ്റ് മറികടന്ന് ഗവർണർ സ്വന്തം നിലയിൽ VC-മാരെ നിയമിച്ചിരിക്കുന്നത്. സർവകലാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പോർമുഖം തുറക്കുന്നതിന്റെ സൂചനയാണ് സിസ തോമസിന് നിയമനം നൽകുന്ന ഈ സുപ്രധാന ഉത്തരവ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJPയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കള്ളവാർത്തകൾ കൊടുത്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും വെറുതെ വിടില്ലെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയ കൗൺസിലർമാരുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലി BJP സംസ്ഥാന ഘടകത്തിലെ പരസ്യപോരിൽ ദേശീയ നേതൃത്വത്തിന് നിർണായക ഇടപെടൽ. പരസ്യ പ്രതികരണങ്ങൾ കർശനമാക്കി വിലക്കി കേന്ദ്ര നേതൃത്വം. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് കിട്ടിയ ശേഷം അടുത്ത മാസം ചേരുന്ന അവലോകന യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി എന്ന് നിർദ്ദേശമുണ്ട്. ഇതിനിടെ BJPയിൽ അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കളെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് സന്ദീപ് വാര്യരും രംഗത്ത് വന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ സമയോചിതമായ ഇടപെടൽ നടത്തുകയാണ് ദേശീയ നേതൃത്വം. പാലക്കാടുണ്ടായ വോട്ട് ചോർച്ചയുടെ ഉത്തരവാദിത്തം നഗരസഭയുടെ മേൽ കെട്ടിവെക്കാൻ സുരേന്ദ്രപക്ഷം ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നഗരസഭാ അധ്യക്ഷയും ദേശീയ കൌൺസിൽ അംഗം ശിവരാജനും അടക്കം പരസ്യ പ്രതിഷേധം രേഖപ്പെടുത്തി. സംസ്ഥാന അധ്യക്ഷ പദവി K. സുരേന്ദ്രൻ ഒഴിയുന്നുവെന്ന വാർത്തകളും പ്രചരിക്കപ്പെട്ട സാഹചര്യത്തിൽ വിഷയം സങ്കീർണമാകാതിരിക്കാൻ പരസ്യ പ്രതികരണം കർശനമായി വിലക്കുകയാണ് കേന്ദ്ര നേതൃത്വം. അടുത്ത മാസം 7-8 തീയതികളിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേരുമ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്താൽ മതിയെന്നാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ 3 ജില്ലാ അധ്യക്ഷന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുമ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കും. ഇതിനിടെ അസംതൃപ്തരായ BJP നേതാക്കളെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത സന്ദീപ് വാര്യരും ഫേസ്ബുക്ക് പോസ്റ്റിട്ട് രംഗത്ത് വന്നു. പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, N. ശിവരാജൻ, പാർട്ടി വിട്ടുപോയ വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ KP മധു തുടങ്ങിയ നേതാക്കളൊക്കെയും പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് സന്ദീപ് വാര്യരുടെ പുതിയ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി 3 മുന്നണികളും സജ്ജമാകുമ്പോൾ BJPയുടെ പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങുകയാണ് കോൺഗ്രസും CPM-ഉം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ K. മഞ്ജുഷ നൽകിയ ഹർജിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അന്വേഷണം സംബന്ധിച്ച് സത്യവാങ്മൂലവും നൽകണം. പ്രത്യേക അന്വേഷണ സംഘം ഇൻസ്പെക്ടർക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശം നൽകിയത്. CBIക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഹർജി തീർപ്പാക്കുന്നതുവരെ SIT അന്തിമ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന ഹർജിക്കാരുടെ ഇടക്കാല ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടുത്ത മാസം 9-ന് വിശദമായ വാദം കേൾക്കും. നവീൻ ബാബു കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI എന്നത് അവസാന അന്വേഷണമല്ല, CPM നിലപാട് മുൻപേ വ്യക്തമാക്കിയതാണെന്നും MV ഗോവിന്ദൻ ഇടുക്കി തൊടുപുഴയിൽ പറഞ്ഞു. അത് കുടുംബത്തിന്റെ ഒരു പ്രശ്നമല്ലേ? ആ കുടുംബം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ടാണ് അവർ ഇതിനെ ഈ രീതിയിലൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അതിലേക്ക് നമ്മൾ പറയേണ്ടതായിരുന്നു. ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും.
ആ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അത് ഞങ്ങൾക്ക് വേറെ CBI അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടിക്കിടക്കുന്ന സത്തയാണെന്ന്. അത് വെറുതെ പറഞ്ഞല്ലോ, അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ. അവിടെ അതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. പാർട്ടിക്ക് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് CPM-നുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വ്യാജരേഖ ചമച്ചവർക്കും കള്ള ഒപ്പിട്ടവർക്കുമെതിരെ അന്വേഷണമില്ല, അന്വേഷണം പ്രഹസനമാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അവരാരെയാണ് ചോദ്യം ചെയ്തത്? അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായി ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോലീസ് ചെയ്യുന്നത്. ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെക്കുറിച്ചൊരു അന്വേഷണമില്ല, അവരെ ചോദ്യം ചെയ്യുന്നില്ല. കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷണമില്ല, അയാളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമില്ല, അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയുമില്ല. മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് CPM-ൻ്റെ ഇരട്ടത്താപ്പ് കാണിച്ചു. വ്യക്തിയല്ല, പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത്. മുഖ്യമന്ത്രിയും CPM-ഉം നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചതിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രത്യേക അന്വേഷണ സംഘം ദിവ്യയും കളക്ടറെയും സംരക്ഷിക്കാൻ ശ്രമിച്ചു. എല്ലാ തെളിവുകളും നശിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമമെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPM-ന്റെ നേതൃത്വവും ശ്രീ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ദിവ്യയെയും കലക്ടറെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ നടത്തിയത്. എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ അരങ്ങേറിയത്. സംഘർഷം നടന്ന ഉത്തർപ്രദേശിലെ സംഭാലിലേക്ക് പോയ മുസ്ലിം ലീഗ് എംപിമാരെ UP പോലീസ് തടഞ്ഞു. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലമായതിനാൽ സന്ദർശനം അനുവദിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തടഞ്ഞത് തെറ്റായ നടപടിയെന്നും പോലീസുമായി സംഘർഷത്തിനില്ലെന്നും എംപിമാർ പ്രതികരിച്ചു. പോലീസുമായി ചർച്ച നടത്തിയതിനു പിന്നാലെ എംപിമാർ ഉത്തർപ്രദേശിൽ നിന്നും മടങ്ങി. നിയന്ത്രണം കുറഞ്ഞ ശേഷം വീണ്ടും എത്തുമെന്നും എംപിമാർ അറിയിച്ചു. Taranamritham co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with GDS Upasana Agarbattis. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിലെ 18-ാം പടിയിൽ നിന്നും ഫോട്ടോ എടുത്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. SAP ക്യാമ്പിലെ 23 പോലീസുകാർക്ക് കണ്ണൂർ KAP 4 ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകി. 18-ാം പടിയിൽ പുറം തിരിഞ്ഞിരുന്ന പോലീസുകാർ ഫോട്ടോ എടുത്തത് വിവാദമായിരുന്നു. ഫോട്ടോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസിന്റെ നടപടിയെ തുടർന്ന് 23 പോലീസുകാരും ശബരിമലയിൽ നിന്നും പരിശീലനത്തിനായി മടങ്ങി. തീവ്ര പരിശീലനം നൽകണമെന്നാണ് ADGPയുടെ നിർദ്ദേശം. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നാളെ റിപ്പോർട്ട് നൽകും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 3ാം ഗെയിംസിൽ ഇന്ത്യയുടെ ഡി ഗുകേഷിന് ജയം. ചൈനയുടെ ഡിങ് ലിനറിനെയാണ് ഗുകേഷ് തോൽപ്പിച്ചത്. 37ാം നീക്കത്തിലാണ് ലിറനെ വീഴ്ത്തിയത്. 1.5 പോയിന്റ് നേടി ഇരുവരും ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. ഇന്നലെ നടന്ന 2ാം മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു. ആദ്യ മത്സരത്തിൽ ഡിങ് ലിനറായിരുന്നു വിജയം. 14 മത്സരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ ഉള്ളത്. ആദ്യം 7.5 പോയിന്റ് ലഭിക്കുന്ന ആൾക്കാണ് ലോക ചെസ് കിരീടം. നാളെ വിശ്രമ ദിനമാണ്. 4ാം ഗെയിം മറ്റന്നാൾ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.